ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയായിരുന്നു, മക്കളോട് വലിയ ഇഷ്ടമായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ നബി തങ്ങൾ ചുംബിച്ചു. വഇൻദഹു അൽ അഖറ ഇബ്നു ഹാബിസ്, ആ ചുംബിച്ച സമയത്ത് ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് അഖറ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നബിയെ ഇന്നലി അശറത്തും മിനൽ വലദി, എനിക്ക് 10 കുട്ടികളുടെ നബിയെ, മാ ഖബ്ബൽതു മിൻഹും അഹദൻ, അതിൽ നിന്നും ഒരാളെയും ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല നബിയെ. അപ്പൊ ഫനളറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മല്ലാ യർഹം ലാ യുർഹം, കരുണ ചെയ്യാത്തതിനോട് കരുണ നൽകപ്പെടുകയുമില്ല. അത് സ്നേഹമാണ്. സ്നേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ചുംബിക്കുക എന്നുള്ളത്. ഇന്ന് പലപ്പോഴും നമ്മളെ കുട്ടികളെ നമുക്ക് ചുംബിക്കാൻ മടിയാണ്. അതുകൊണ്ട് മക്കളോട് വല്ലാത്ത സ്നേഹം, മഹബത്ത് വേണം. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഖദിമ നാസും മിനൽ അഅറാബി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഅറാബികൾപ്പെട്ട കുറച്ച് മനുഷ്യന്മാരെ ഹബീബായ നബി തങ്ങൾ ചാരത്ത് വന്നു. എന്നിട്ട് ഫഖാലു, അവർ ചോദിച്ചു, നബിയെ അതുഖബ്ബിലൂന സുബിയാനുക്കും, നിങ്ങളെ കുട്ടികളൊക്കെ ചുംബിക്കാറുണ്ട് നബിയെ എന്ന് ചോദിച്ചു. അപ്പം ഫഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നഅം, അതെ ഞാൻ ചുംബിക്കാറുണ്ട്. അപ്പം ഖാലു, ആ വന്ന അറാബികളായ മനുഷ്യന്മാര് പറഞ്ഞു, നബിയെ ലാകിന്ന വല്ലാഹി മാ നുഖബ്ബിലു, ഞങ്ങൾ ചുംബിക്കലില്ല നബിയെ, ഞങ്ങളെ കുട്ടികളൊന്നും ചുംബിക്കലില്ല നബിയെ. അപ്പം ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, അവ അംലികു ഇൻകാനല്ലാഹു നസാ മിൻ ഖുലൂബികും റഹ്മ, അല്ലാഹു നിങ്ങളെ കൽബിൽ നിന്നും റഹ്മത്ത് എടുത്തു കളഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ലല്ലോ എന്ന്. നമുക്കൊക്കെ ഇഷ്ടമുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. നമ്മളെ മനസ്സിലൊക്കെ കുട്ടികളോട് ഇഷ്ടമുണ്ട് എന്ന് പറയും, അത് ഉണ്ടാവും ചെയ്യും, പക്ഷെ അത് നമ്മൾ പ്രകടിപ്പിക്കണം. അവരോട് ഇഷ്ടമുള്ളത് നമ്മളത് അവരെ അറിയിക്കണം. ആ ഒരു രീതി നമുക്ക് വേണം. അത് ഹബീബിന്റെ രീതിയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളെ മക്കളൊക്കെ നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ വളർത്തി ദീനിനും ദുന്യാവിനും ആഖിറത്തിനും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.